ഇന്തോനേഷ്യയിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. രാജ്യത്തുണ്ടാകുന്ന രണ്ടാമത്തെ ശക്തമായ ഭൂകമ്പമാണിത്. ദ്വീപിന്റെ തലസ്ഥാനമായ മേദാനിൽ നിന്ന് 126 കിലോമീറ്റർ അകലെയുള്ള പെമതാങ്സിയാന്തവിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ശനിയാഴ്ച പുലർച്ചെ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂകമ്പത്തിലും തുടർ ചലനങ്ങളിലും പെട്ട് 47 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ. ഭൂചലനത്തിന് പിന്നാലെ രാജ്യത്ത് സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നന്ദന രാജനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നന്ദന, ഇന്തോനേഷ്യയിൽ ഒരു വൻ ഭൂചലനമാണ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനൊക്കെ മുൻപ് 2004 ഇത്രത്തോളം വലിയ അല്ലെങ്കിൽ ഇതിലും വലിയൊരു ഭൂകമ്പവും ഇതുപോലെ ഉണ്ടായിരുന്നു. 9 വരുന്ന സ്കെയിലുള്ള അത്ര തീവ്രതയുള്ള ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഭൂചലനം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അതുപോലെ തന്നെ അതിന് സമാനമായ ഒരു ഭൂചലനമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? രക്ഷാപ്രവർത്തനം എത്രത്തോളം എത്തി നിൽക്കുന്നു? ഇനിയും ആളുകളെ കണ്ടുകിട്ടാനില്ലേ? സേറ, ഇന്തോനേഷ്യയിൽ ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ ഇന്തോനേഷ്യയിലെ ഫ്ലോറൻസ് ദ്വീപിന് സമീപമാണ് ഈ ഒരു വൻ ഭൂചലനം ഉണ്ടായത്. ഇന്തോനേഷ്യൻ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 47ഓളം ജീവനുകൾ ഈ ഒരു ഭൂചലനത്തിൽ നഷ്ടമായിട്ടുണ്ട്. ചൈനീസ് എർത്ത്ക്വേക്ക് നെറ്റ്വർക്ക് പുറത്തുവിടുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ഇന്നലെ രാവിലെ 5:58 ഈ ഒരു ഭൂചലനം അനുഭവപ്പെടുന്നത്. 7.7 തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ ഈ ഒരു ഭൂചലനത്തിന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമിക്കടിയിൽ നിന്ന് 20ഓളം കിലോമീറ്റർ ആഴത്തിൽ നിന്നുമാണ് ഈ ഒരു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഫ്ലോറൻസ് ദ്വീപിലെ പല നഗരങ്ങളിലും വളരെ ശക്തമായ പ്രകമ്പനം തന്നെയാണ് അനുഭവപ്പെട്ടത്. പല വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് ആളുകളൊക്കെ വീടുകളിൽ നിന്നും അതുപോലെ കെട്ടിടത്തിനുള്ളിൽ നിന്ന് ആളുകളൊക്കെ പുറത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യവും വളരെ അധികം പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യവും ഇന്നലെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങാനും അതുപോലെ അവർക്ക് പരിക്കേൽക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം 50ലധികം ആളുകൾക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയൊക്കെ ഒരു ആശുപത്രിയുടെ പുറത്ത് താൽക്കാലിക ബെഡുകൾ അല്ലെങ്കിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഉണ്ടാക്കി ചികിത്സിച്ചു പോരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് പ്രകാരം 2000-ഓളം ആളുകളെ താൽക്കാലിക സുരക്ഷാ ക്യാമ്പുകളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച ഒരു സാഹചര്യവും നിലവിലുണ്ട്. നഗേക്യോ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായത് കാരണം വാർത്താവിനിമയ സംവിധാനങ്ങളും തകരാറിലായ ഒരു സാഹചര്യമാണ്. ഇങ്ങനെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായതുകൊണ്ട് തന്നെ അത് രക്ഷാപ്രവർത്തനത്തെ വളരെ പ്രതികൂലമായ രീതിയിലാണ് ബാധിക്കുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയറിലുള്ള ഈ ദ്വീപിൽ 3 സുനാമികൾ മുൻപുണ്ടായ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ സുനാമികൾക്കും ഭൂചലനങ്ങൾക്കും പേരുകേട്ട ഒരു നഗരം തന്നെയാണ് ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ. അവിടെയാണ് വീണ്ടും ഈ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇന്തോനേഷ്യയിൽ തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടാവുന്ന 2004 സേറ സൂചിപ്പിച്ചതുപോലെ 9.5 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് ഏറ്റവും വലിയ ഭൂചലനം. 7.7 ഇതിന്റെ തീവ്രത. ഇപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 40-ന് മുകളിൽ ആളുകളുടെ ജീവൻ ഇപ്പോൾ നഷ്ടമായ ഒരു സാഹചര്യമുണ്ട്. ഇനിയും ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും ഒക്കെയുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സേറ. എന്തായാലും വളരെ വലിയൊരു ഭൂചലനം തന്നെയാണ് ഇന്തോനേഷ്യയെ കഴിഞ്ഞ ദിവസം പിടിച്ചുകുലുക്കിയത്. ശരി, നന്ദന സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഭയപ്പെടുത്തുന്ന രീതിക്കുള്ളൊരു ഭൂചലനമാണ് സംഭവിച്ചത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.